നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ തലസ്ഥാന നഗരം തിരുവനന്തപുരത്ത് ഗോപൻ സ്വാമിയുടെ സമാധി മന്ദിരം ഉയരുകയാണ് ഭക്തജനങ്ങളെ. തൃശിപീഠം വിഭ്രംജിത നാമധേയം തന്നെ. ഇനി ഭക്തകേരളത്തിന്റെ പവിത്ര ഭൂമികയിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സിലും സ്വകാര്യ വാഹനങ്ങളിലും കാൽനടയായുമൊക്കെ ഗോപഭക്തന്മാർ അവിടേക്ക് ഒഴുകിയെത്തും. സ്വന്തമായി സമാധി മന്ദിരം കെട്ടി സ്വന്തമായി നടന്നുപോയി, അല്ല 2 വർഷമായിട്ട് കിടക്കപ്പായയിൽ മുള്ളുകയും അപ്പിയിടുകയും ചെയ്യുന്ന ഈ സ്വാമി എങ്ങനെ സമാധി മന്ദിരം വരെ നടന്നു പോയോ എന്തോ. അതെന്തെങ്കിലും ആവട്ടെ. നടന്നുപോയി പണ്ടാരമടങ്ങിയ സ്വാമിയുടെ സമാധി മന്ദിരത്തിൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി അനവധി സ്പെഷ്യൽ പൂജാസ് നടക്കും. ഭക്തരുടെ ആഗ്രഹങ്ങൾ സ്വാമിയുടെ ആത്മാവ് നടത്തിക്കൊടുക്കുകയും ലക്ഷം വരുമാനം കോടിയിലേക്ക് മാറുകയും ചെയ്യും. സ്വന്തം തന്തയെ ബെഡിലൊന്ന് എണീച്ചിരുത്താൻ പോലും തയ്യാറാകാത്ത മക്കൾ യോഗിവര്യന്മാരായി മാറും. സ്വാമിയുടെ ധർമ്മപത്നി ദേവീരൂപം പ്രാപിക്കും. ദേവി പ്രീതിക്കായി വിദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ വിമാനങ്ങളിൽ പറന്നിറങ്ങും. സ്വാമി സമാധി മന്ദിരത്തിൽ ചുറ്റും സൂപ്പർ മാർക്കറ്റുകൾ ഉയരും. വാഹന ഷോറൂമും ബ്യൂട്ടി പാർലറുകളും ഉയർന്നു പൊങ്ങും. അങ്ങനെ നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധി മന്ദിരമായ കൃഷിപീഠം ലോക ഭക്ത ഭൂപടത്തിൽ പ്രഥമ സ്ഥാനത്ത് വരും. ലോകത്തിൽ തന്നെ ഏറ്റവും ഉന്നതിയിലുള്ള ഒരു സംസ്കാരമാണ് ഹൈന്ദവം. വിശ്വാസത്തിലും ആരാധനയിലും സർവ്വസ്വാതന്ത്ര്യം നൽകി പ്രകൃതിയെയും മറ്റ് ജീവജാലങ്ങളെയും ഒന്നായി കണ്ട് സമത്വഭാവനയോടെ മാനവനന്മയ്ക്കായി രൂപപ്പെടുത്തിയ ആചാര അനുഷ്ഠാനങ്ങൾ. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ശക്തിയുക്തം എതിർക്കുന്ന ഈ വിശാല കാഴ്ചപ്പാടിനെ വികലമാക്കാൻ ഇതുപോലെ ആയിരക്കണക്കിന് കോവൻ സ്വാമിമാരും കുടുംബവും ഉണ്ട്. അതൊരു ദയനീയതയാണ്. നാട്ടുകാരെ പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്ത അമ്പലം പണിയുക, രാത്രി 12 മണി കഴിഞ്ഞ് പൂജകൾ നടത്തുക, ഉപനയനം പോലും ചെയ്യാതെ പൂണുതൂൽ ധരിക്കുക, രാത്രിയിൽ ചീത്ത വിളിയും വഴക്കും. ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന VHP പോലുള്ള ഹിന്ദു സംഘടനകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. മതവും ഭക്തിയും വിറ്റ് ജീവിക്കുന്നവരും കോടി പ്രഭുക്കളാക്കുന്നവരുമൊക്കെ സർവ്വജാതികളിലുമുണ്ട്. ഇവരുടെയൊക്കെ പിറകെ പോകുന്നവരെ വേണം ആദ്യം ആ മതത്തിൽ നിന്ന് പുറത്താക്കാൻ. സ്വന്തം അഭിവൃദ്ധിക്ക് വേണ്ടി സഹജീവികളെ കഴുത്തറുത്ത് കുരുതി നൽകുന്ന ക്രൂരത ഇന്നും നടന്നു പോകുന്ന നാടാണ് നമ്മുടേത്. കാഷായ വേഷം ധരിച്ചാൽ സ്വാമിയാകുമോ? കർപ്പൂരം കത്തിച്ചാൽ പൂജയാകുമോ? മണിമുഴക്കിയാൽ ക്ഷേത്രമാകുമോ? വഴിവക്കിൽ എവിടെ ഒരു ആൽമരം കണ്ടാലും ഒരു മൺപ്രതിമയോ കല്ല് വിഗ്രഹമോ അവിടെ പ്രതിഷ്ഠിക്കുന്നു. എവിടെ ഒരു മല കണ്ടാലും പാറ കണ്ടാലും 2 കമ്പുകൾ കൂട്ടിക്കെട്ടി കുരിശു നാട്ടുന്നു. ഇതിനെ വിശ്വാസമെന്നല്ല വിളിക്കേണ്ടത്, തച്ചുടയ്ക്കേണ്ട പച്ചയായ വർഗീയമെന്നാണ്. ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കുവാൻ സർക്കാരുകൾക്കാവില്ല. കാരണം വിശ്വാസത്തെ തൊട്ടാൽ പൊള്ളും. കള്ളസ്വാമിമാരെയും പീഡന മുസലിയാക്കന്മാരെയും രോഗശാന്തി പാസ്റ്റർമാരെയും ഒക്കെ നല്ല പെടപെടച്ച് തൂക്കിയെടുത്ത് ജയിലിലടയ്ക്കണം. അതിന് കോടതി തന്നെ നേരിട്ടിടപെടണം. കാരണം ജനങ്ങളുടെ ശരിയായ ആരാധനാലയം കോടതി തന്നെയാണ്.